അങ്ങനെ 6 മാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. നല്ല മാറ്റം. വീടൊക്കെ നോക്കുമ്പോൾ കണ്ടോ, മഞ്ഞമുള മറിഞ്ഞ് തെങ്ങിൻ്റെ കൂമ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ ചെറിയ പപ്പായ മരമായിരുന്നു, അത് വലുതായി നിറയെ പപ്പായ ഉണ്ടായിട്ടുണ്ട്. റംബുട്ടാൻ മരം വളഞ്ഞ് ഇൻ്റർലോക്കും വന്ന് ഉണ്ടോ, മഞ്ഞമുള വളഞ്ഞ്. അയ്യോ, മങ്കുസ്റ്റിനൊക്കെ ഉള്ളിൽ പോയി. മങ്കൂസ്റ്റിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയി. വേഗം വിളിച്ചത് ക്ലീനാക്കിയില്ലെങ്കിൽ കാറിൻ്റെ കവറൊക്കെ പട്ടി കടിച്ച് വലിച്ചിട്ടു. ഇത് വേറെ പപ്പായ. നെല്ലിമരമൊക്കെ വലുതായി, നല്ല വലുതായി. നാരങ്ങ കായ്. ഇത് നമ്മൾ കൂർഗിൽ പോയിട്ട് വരുമ്പോൾ ഒരു പൂവ് കണ്ടപ്പോൾ അതിൻ്റെ കമ്പൂടുന്നതാണ്. അതൊക്കെ നന്നായി പിടിച്ച്. സോളാറൊക്കെ നനഞ്ഞ് ക്ലീനായി കിടക്കുന്നുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. പഴുത്ത് മയിൽ തിന്നിട്ട് നോക്കി. പിന്നെ പച്ചതാ. അവിടെ ഒരെണ്ണം പഴുത്ത് വെക്കുന്നുണ്ട്. ഇതാ വീണ്ടും 2 പച്ച. ഇതാണ് ഒരെണ്ണതാ. ഉറുമ്പുണ്ട്. അടുത്തത് നമുക്ക് പുതിയൊരു കാഴ്ച. നമ്മുടെ മഞ്ഞ ആദ്യമായിട്ട് പൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് പഴുക്കുമ്പോഴേക്കും ഞാൻ പോകും, പക്ഷെ എന്നാലും കാഴ്ചയുണ്ട്. മാഷാഅല്ലാഹ്. അത് അപ്പുറത്തുണ്ട് ചുവപ്പ് തന്നെ ഉണ്ടോ. ഇതാണ് മഞ്ഞത് ആദ്യമായിട്ടുണ്ടാവുക. മാഷാഅല്ലാഹ്. പച്ച കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആകെ പുല്ല് പിടിച്ച് നിറച്ച പുല്ല് പിടിച്ച് നാശമോശമായിട്ടുണ്ട്. ഇനി എന്തായാലും ആളെ നിർത്തി ഇതൊക്കെ ക്ലീൻ ആക്കണം. ചിലതൊക്കെ നശിച്ചു തുടങ്ങിയുണ്ടോ. എന്താ നശിക്കാൻ കാരണം അറിയാം. എന്തായാലും ക്ലീനാക്കി വളമിട്ട് സെറ്റാക്കണം. ഗൈസ്, അമനും അയാനും ആച്ചീനും ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പെപ്പി വന്നിട്ടുണ്ട് ഗൈസ്. റഷദ വരുന്നു. എന്താ റഷയുടെ മുഖത്തിനൊരു മ്ലാനത? എന്തിനാ കറിയണ്? എന്തിനാ റഷ കറിയണ്? അവനെന്താ കാട്ടി? ഗുൽസാർ അങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട്. ചെടി 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 ഇതെല്ലാരും പോവാൻ നിക്കണ. നല്ല മഴ വരുന്നുണ്ട്. എടീ പോവല്ലടി. അങ്ങനെ സെഫിയും പോവായി. നല്ല മഴയും പെയ്യുന്നുണ്ട്.
മത്തിക്കുട്ടികൾ കിട്ടി, കറി വെക്കാം, സെറ്റാക്കണം. നമ്മൾ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചി വന്നില്ല, അതുകൊണ്ട് പറയത്തി. വീടിൻ്റെ ഉള്ളൊക്കെ ഓൾമോസ്റ്റ് ക്ലീനാണ്. നമ്മുടെ ഫിഷ് ടാങ്കിൽ വെള്ളം ലീക്കായിട്ട് മീനുകളെ കൂടി കളിക്കുന്നത് കാണാം. കോഴിക്കാർക്ക് ഇത് വെള്ളം, അയ്യോ നീ ഒരു ആവോലി പോലത്തെ മീനില്ല ഇതിൽ കാണാമല്ലോ. ഒരു മീൻ അതാ ഒളിച്ചിരിക്കുന്നത്. വേറെ അതിൻ്റെ ഉള്ളിലൊരു മീൻ ഒളിച്ചിരിപ്പുണ്ട്. അതാ കണ്ടു, ആവോലി പോലത്തെ മീൻ, വലിയ മീനാണ്. ഇത് വെള്ളം കുറവ് കേട്ടോ, വെള്ളം അടിച്ചു കൊടുക്കണോ. എന്താ ആ മീൻ അവിടെ കുറച്ച് വെള്ളം കൂടുതലായി, അപ്പോൾ അവിടെ പോയി നിൽക്കാം. അക്കി കഴിഞ്ഞാലോ ആ മീൻ വലിയ മീൻ കണ്ടോ, ചെരിഞ്ഞിട്ട് പോകാൻ വാടിക്കടിക്കുന്നുണ്ടോ. ചെരിഞ്ഞ് കിടക്കുന്നു. നമ്മുടെ മൾബറി കായ്ച്ചിരിക്കുന്നു, പക്ഷെ പഴുത്തിട്ടില്ല. ഞാൻ പോവാനാകുമ്പോഴേക്കും പഴുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാം പച്ചയാണ് കഴിച്ചത്. കണ്ടോ പച്ച മൾബറി, അത് അടിയിൽ നിന്ന് പഴുത്ത് വരണുള്ളൂ. അങ്ങനല്ലേ കറുപ്പ് കളർ വരണം. എന്താ ഫുള്ള് പച്ച. നമ്മുടെ പുല്ലൊക്കെ ആകെ മറ്റേ പുല്ല് പിടിച്ച് ഇപ്പൊ വരാടി കണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ പുല്ല് പിടിച്ച് ആകെ കാട് പിടിച്ച് കിടക്കണം. ഇതാ വരുന്ന കാട്. ഫിഷ് ടാങ്കിൽ വെള്ളം തിരിച്ചിട്ടുണ്ട്. മീനോട് വെള്ളം കുറവായിട്ട് ചെരിഞ്ഞൊക്കെ നീന്തണം. മോഹൻലാൽ സ്റ്റൈല്. തോട്ടത്തിലൊരു പുതിയ പൂ വിരിഞ്ഞിട്ടുണ്ട് ഗൈസ്, കണ്ടോ. ആദ്യമായിട്ട് വിരിയാ, ഞാനീ കണ്ടുള്ളൂ. കുട്ടികൾ മേലേക്ക് വന്നിട്ട് ഇപ്പോൾ സൈലൻ്റ് ആയാലും ഇവർ പുറത്ത് വരും. മുട്ടിട്ടാണ് എല്ലാവരും കല്ല് മുട്ട. ഇത് വേറൊരു ടാങ്ക് ഉണ്ട്, അതിലെ മീനുകൾ. ഇതിന്ന് കുറച്ച് ബാംഗ്ലൂർ കൊണ്ടായാലോ. അങ്ങനെ നമ്മൾ വെള്ളം ഫുള്ളാക്കി. അപ്പോൾ മീനുകൾക്കൊക്കെ സമാധാനമായിട്ട് നീന്തി തുടിക്കാം. നമുക്ക് കാണാമല്ലോ, താഴെ ഒളിച്ചിരിക്കോ. അതാ നിൽക്കുന്നത് മുക്കിൽ. ഇതുമ്മ വെച്ചതാ. ഈ മരം ചാഞ്ഞ് വീഴാനയക്കണ്. ഇത് ഉമ്മ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന പാവം. ഇതും ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിളിക്കൂടുണ്ട്. കിളി ഉണ്ടോയെന്ന് അറിയില്ല, നോക്കിക്കൂടെ. ശരിക്കും ഈ കൂട്ടിൽ കിളി മുട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നപ്പോഴാണ് കണ്ടത്. അവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, കിളിയൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിൽ 4 മുട്ടിട്ടുണ്ട്. അയ്യോ മിസ്സായിപ്പോയി, ഞാൻ അവിടുന്ന് കണ്ടില്ല. ഇതാണ് നമ്മുടെ താറാവ് കുളം. ഇതിൽ നിറയെ മീനുണ്ട്.
ഞാൻ വേസ്റ്റ് മീൻ എടുക്കുന്നുണ്ട്. ആളില്ലാണ്ടായ എങ്ങനെയാണ് കണ്ടോ മീനുകൾ നീന്തി നീന്തി പോണുണ്ടോ? ഇഷ്ടംപോലെ മീനുണ്ട്. നീ കുറേ മീനുണ്ട്. മറ്റേ ഭംഗിയില്ലാത്ത വാല് ഭംഗിയുള്ള മീനുകളില്ല വിളിച്ചിരിക്കണ്ട കൂടി കാലില്ല ഇങ്ങനെ കിളക്കി അങ്ങനെ വരുകൂടി. പക്ഷെ ഇതിലൂടെ കാലിന്റെ ചോര പിടിക്കണേ. വാല് വാലിട്ടാടണേ. പക്ഷെ ഇങ്ങനെ നല്ല എത്ര മീനുണ്ടായിരുന്നു. ഇതുണ്ടാ കൂടി. ഇത് നോക്ക്, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി നോക്ക്. ഇത് ഇളക്കുമ്പോ അതിനുള്ളിലൊക്കെ വലിയ മീനുകളുണ്ടായിരുന്നു. നോക്ക് നോക്ക്. ഇവിടെ ആളില്ലാത്ത കാരണം നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും മേലക്കായിട്ട് നിൽക്കുന്നതാണ് രക്തചന്ദനം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വരുമ്പോൾ ആ മാവായിരുന്നു വീടിൻ്റെ അതേ ലെവലിൽ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനെയും കളത്തി വെട്ടി രക്തചന്ദനം. ഇത് നമ്മുടെ വീണ് കിടന്നിരുന്ന മുള വെട്ടിയത്. അതിൻ്റെ മുളയുടെ കമ്പൊക്കെ അവിടെ ചാരി വെച്ചിരിക്കും.